നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേക്ക് ഡൂവിനെ പറ്റിയാണ്. അതായത് മേക്ക് എന്ന് പറയുന്ന വേർഡും ഡൂ എന്ന് പറയുന്ന വേർഡും ചേർന്ന് വരുന്ന ആ ഒരു കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം മേക്ക് ഡൂ എന്ത് ആശയമാണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്ന്. മേക്ക് ഡൂ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുമല്ലോ. അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ്, മണി, നമ്മുടെ കയ്യിൽ ഉള്ള ക്യാഷ് കൊണ്ട് നമ്മൾ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ. ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ മേക്ക് ഡൂ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത്തെ എക്സാമ്പിൾ സെൻറ്റൻസ്, ദേ ആർ ട്രൈങ് ടു മേക്ക് ഡൂ ഓൺ വൺ ഇൻകം. ഇത് ഞാനൊരു ഫാമിലിയെ നോക്കി പറയുന്നതാണ്. അവരുടെ ഫാമിലിയിൽ ഒരാൾക്കേ ജോലിയുള്ളൂ. അപ്പോൾ അയാളുടെ സാലറി കൊണ്ടാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ വീട്ടിൻ്റെ റെൻറ്റ് കൊടുക്കുന്നതും കുട്ടികളുടെ പഠിപ്പ് നോക്കുന്നതും മറ്റ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടുത്തെ ഒരാളുടെ ഇൻകം കൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരെ നോക്കി പറയുകയാണ്, ദേ ആർ ട്രൈങ് ടു മേക്ക് ഡൂ ഓൺ വൺ ഇൻകം. അതായത് അവരൊരു വരുമാനത്തിൽ, ഒരു ഇൻകത്തിൽ ലീവ് ചെയ്യുക, അതായത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഒരു ഇൻകത്തിൽ, അതായത് ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരാശയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്ക് ഡൂ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻകത്തിൻ്റെ കാര്യം എടുക്കുന്നേ ഉള്ളൂ. സാഹചര്യം എന്തുവാകാം, മണിയാകാം, അതൊരു ടൂൾസ് ആകാം, എന്തെങ്കിലും വസ്തുക്കളാകാം, എന്തുവാകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട്, അവൈലബിളായിട്ടുള്ള കാര്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മേക്ക് ഡൂ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. വി മേ ഡൂ വിത്ത് വാട്ട് വി ഹാഡ്. ഉള്ളത് കൊണ്ട് ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇവിടെ ഞാൻ ആ സാഹചര്യം എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് സാഹചര്യം വേണമെങ്കിലും ഇമാജിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കാര്യം മാനേജ് ചെയ്തു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അവിടെ മേക്ക് ഡൂ ആണ് ചേർത്തിരിക്കുന്നത്. പാസ്റ്റിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റിലെ ഏതോ ഒരു കാര്യം അവർ ചെയ്തു, അവർക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള കാര്യം കൊണ്ട്, ആ വസ്തുക്കൾ കൊണ്ട് എന്തുവാകാം, ആ കാര്യം അവർ കംപ്ലീറ്റ് ചെയ്തു എന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. ഓർത്ത് വെച്ചിരിക്കുക. കംപ്ലീറ്റ് സെൻറ്റൻസ് ഞാൻ എടുക്കാം. ഫുൾ ആശയത്തിലുള്ള സെൻറ്റൻസ് 2-3 എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. വളരെ ഷോർട്ടായിട്ട് പറയുന്നതായിരിക്കും. നമ്മൾ റിയൽ ലൈഫ് കോൺവെർസേഷനിൽ വരുമ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. ഐ വിൽ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് വാട്ട് ഐ ഹാവ്. ഇത് ഫ്യൂച്ചർ ടെൻസിലുള്ളൊരു സെൻറ്റൻസാണ്. അതായത് ഒരാളിങ്ങനെ പറയുവാണ്, ഉള്ളത് കൊണ്ട് എനിക്കെല്ലാം മാനേജ് ചെയ്യണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല. മീൻസ് അദ്ദേഹം എന്തോ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്. ഉള്ളത് കൊണ്ട്, ചിലപ്പോൾ മണിയാകാം, എന്തെങ്കിലും ആകാം. അപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്കെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഐ വിൽ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് വാട്ട് ഐ ഹാവ്. ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്കെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ വിൽ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് ദ കാർ ഐ ഹാവ്. എൻ്റെ കയ്യിൽ ഉള്ള കാർ കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് അദ്ദേഹത്തിന് പുതിയൊരു കാർ മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഉള്ള കാർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ലൈഫിലെ എല്ലാ കാര്യങ്ങളുമൊക്കെ മാനേജ് ചെയ്യണം എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാം മാനേജ് ചെയ്യണം എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മേക്ക് ഡൂ ചേർത്തിരിക്കുന്നത്. ഫ്യൂച്ചറിലെ സെൻറ്റൻസാണ് വിൽ ഹാവ് ടു ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, വി ഡോണ്ട് ഹാവ് മച്ച് ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ്, വി വിൽ ഹാവ് ടു മേക്ക് ഡൂ. നമ്മുടെ ഫ്രിഡ്ജിൽ അധികം ഫുഡില്ല, വി വിൽ ഹാവ് ടു മേക്ക് ഡൂ. ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ വിൽ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് ദിസ്. ഇതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യണം, എല്ലാം മാനേജ് ചെയ്യണം എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം ഇതൊക്കെ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. സാഹചര്യം ഞാൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ഇതാണ് ആശയമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സാഹചര്യം നിങ്ങൾ എന്ത് ഉദ്ദേശിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം, എന്തെങ്കിലും ഹാങ് ഒക്കെ ആകുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ആ വർക്ക് അന്നേരം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് പറയാൻ ചാൻസ് ഉണ്ട്. ഐ വിൽ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് ദിസ്. അതായത് ഇതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് മാനേജ് ചെയ്യണം എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതേ സെൻറ്റൻസിനെ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതായത് മേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെയും കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ദിസ് വിൽ ഹാവ് ടു ഡൂ. അതായത് സെയിം ആശയം തന്നെയാണ്. അതായത് ഐ വിൽ മേക്ക് ഡൂ വിത്ത് ദിസിൻ്റെ സെയിം ആശയം തന്നെയാണ് ദിസ് വിൽ ഹാവ് ടു ഡൂ. അതായത് ഇതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്യണം, എല്ലാം ചെയ്യണം എന്നൊരാശയമുള്ള സെയിം ആശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സെൻറ്റൻസ് ഒന്ന് ഓർത്തിരിക്കുക. അന്നേരം നമ്മൾ കൺഫ്യൂസ് ആകരുത്, എന്താ പറയുന്നത് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ കൺഫ്യൂസ് ആകരുത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്,
ഐ ഹാർഡ്ലി ഹാഡ് എനി ഫുഡ് ഇൻ ദ ഹൗസ് സോ ഐ ജസ്റ്റ് ഹാഡ് ടു മേക്ക് ഡു. അതായത് വീട്ടിൽ കുറച്ച് ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ജസ്റ്റ് ഹാഡ് ടു മേക്ക് ഡു. സോ അതുകൊണ്ട് എനിക്ക് ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ആം സോറി ദ സലാഡ് ഡസൻ ഹാവ് മച്ച് ചീസ് ഐ ഹാഡ് ടു മേക്ക് ഡു വിത്ത് വാട്ട് വാസ് ലെഫ്റ്റ്. അതായത് ഐ ആം സോറി, ക്ഷമിക്കണം, സലാഡിൽ അധികം ചീസ് ഇല്ല. ഒരാൾ സലാഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരാളോട് പറയുന്നൊരു സെൻറ്റൻസാണ് ഐ ആം സോറി ദ സലാഡ് ഡസൻ ഹാവ് മച്ച് ചീസ്. സലാഡിലധികം ചീസ് ഇല്ല. ഐ ഹാഡ് ടു മേക്ക് ഡു വിത്ത് വാട്ട് വാസ് ലെഫ്റ്റ്. അതായത് ബാക്കിയിരുന്ന ഉള്ള ചീസ് കൊണ്ട് എനിക്ക് ഈ സലാഡ് ഉണ്ടാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അദ്ദേഹം വേറെ ചോയ്സ് ഇല്ലായിരുന്നു, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്കിത് ഉണ്ടാക്കേണ്ടി വന്നു എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ സലാഡ് ഉണ്ടാക്കേണ്ടി വന്നു എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മേക്ക് ഡു ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ദ ഫോട്ടോ കോപ്പിയർ ജാംഡ് സോ വി വിൽ ജസ്റ്റ് ഹാവ് ടു മേക്ക് ഡു വിത്ത് ദ കോപ്പീസ് ദാറ്റ് വി ഹാവ്. ഇതൊരു ഓഫീസിലെ സെൻറ്റൻസാണ്. അവിടുത്തെ ഫോട്ടോ കോപ്പിയർ മെഷീന് ജാമായിപ്പോയി. അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ് ദ ഫോട്ടോ കോപ്പിയർ ജാംഡ്, ഫോട്ടോ കോപ്പി മെഷീൻ ജാമായിപ്പോയി. സോ വി വിൽ ജസ്റ്റ് ഹാവ് ടു മേക്ക് ഡു വിത്ത് ദ കോപ്പീസ് ദാറ്റ് വി ഹാവ്. അതായത് നമുക്കുള്ള കോപ്പി വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വർക്ക് നമ്മൾ മാനേജ് ചെയ്യണം എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹി ഡിഡൻറ്റ് ഹാവ് ദ റൈറ്റ് ടൂൾസ്. അവൻ്റെ കയ്യിൽ റൈറ്റ് ടൂൾസ് ഇല്ലായിരുന്നു. ബട്ട് ഹി ഹാഡ് ടു മേക്ക് ഡു ആൻഡ് ഫിക്സ് ദ ബ്രോക്കൺ സൈക്കിൾ വിത്ത് വാട്ട് വാസ് അവൈലബിൾ. പക്ഷേ അവന് ഉള്ളത് കൊണ്ട് ആ സമയത്തുള്ള ടൂൾസ് കൊണ്ട് ആ സൈക്കിൾ ഫിക്സ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. പാസ്റ്റുള്ള സെൻറ്റൻസാണ്. ഹി ഡിഡൻറ്റ് ഹാവ് റൈറ്റ് ടൂൾ. അവൻ്റെ കറക്റ്റായിട്ടുള്ള ടൂൾസ് ഇല്ലായിരുന്നു. ബട്ട് ഹി ഹാഡ് ടു മേക്ക് ഡു ആൻഡ് ഫിക്സ് ദ ബ്രോക്കൺ സൈക്കിൾ വിത്ത് വാട്ട് വാസ് അവൈലബിൾ. അവൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് സൈക്കിൾ ഫിക്സ് ചെയ്യേണ്ടി വന്നു എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വെൽ ഇഫ് ഐ കാൺ ഫിക്സ് ഇറ്റ്, എനിക്കിത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ജസ്റ്റ് ഹാവ് ടു മേക്ക് ഡു വിത്ത് ദിസ് വൺ. ഇതും കൂടെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഈ സാഹചര്യം എന്തുവാകാം? ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഓഫീസിലൊരു കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നമാകാം. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം ആ കമ്പ്യൂട്ടർ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുവാണ് വെൽ ഇഫ് ഐ കാൺ ഫിക്സ് ഇറ്റ്, എനിക്കിത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ജസ്റ്റ് ഹാവ് ടു മേക്ക് ഡു വിത്ത് ദിസ് വൺ. ഇതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യണം, ഇന്നത്തെ വർക്കുകളൊക്കെ നമ്മൾ ഇതുകൊണ്ട് ചെയ്യണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ക്യാൻ യു മേക്ക് ഡു വിത്ത് $5 ഫോർ നൗ ആൻഡ് ഐ വിൽ ഗീവ് ദ റെസ്റ്റ് ടുമാറോ. നീ ഇപ്പോൾ ഈ $5 കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുമോ? ആൻഡ് ഐ വിൽ ഗീവ് യു ദ റെസ്റ്റ് ടുമാറോ. ബാക്കി ഞാൻ നാളെ തരാം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ മേക്ക് ഡുവിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യുക എന്നൊരാശയമാണ് മേക്ക് ഡുവിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.